ഹായ് ഫ്രണ്ട്സ്, കിസാൻ വാണിയുടെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കിടങ്ങറ, കാവാലിശ്ശേരി, പാറയ്ക്കൽ അതിമനോഹരമായി ആമ്പൽ പാടം പൂത്തു നിൽക്കുന്നത് കണ്ട് ആ ദൃശ്യം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ചേട്ടന്റെ പേരെന്തുവാ? എന്റെ പേര് ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ. ഈ കൃഷി പിന്നെ ഈ ആമ്പൽ പാടം ചേട്ടന്റെ ഇതാണോ അതോ? അല്ല, നമ്മൾ പല 140 കർഷകരുടെ പാടശേഖരമാണ്. അത് ഈ വർഷം 2024-25 പുഞ്ചകൃഷിക്ക് ഞാനാണ് ഈ പാടം പമ്പിങ് പിടിച്ചിരിക്കുന്നത്. 480 ഏക്കർ ഉള്ള പാടശേഖരമാണ്. സെപ്റ്റംബർ മാസങ്ങളിൽ ഞങ്ങൾ മോട്ടോർ ഓടിച്ച് വെള്ളം പറ്റിച്ച് കള കിളിപ്പിച്ച് നവംബർ 20 കൂടി ഞങ്ങൾ വിതയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് മുന്നോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ഈ സമയങ്ങളിൽ ഇങ്ങനെ ആമ്പൽ പൂക്കാറുണ്ട്? ആമ്പൽ എല്ലാ വർഷവും ഇതുപോലെ പൂക്കുന്നു. ഇത് എത്ര സമയം നിൽക്കും? ഇത് വെള്ളം പറ്റിച്ച് വണ്ടി അടിക്കുന്നവരെ ഈ പൂ ഇങ്ങനെ തന്നെ. അപ്പൊ ഇത് നിങ്ങൾ ഞങ്ങൾ നശിപ്പിക്കും. പിന്നെ കൃഷി ചെയ്യാനുള്ള അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ടാണ് നശിപ്പിച്ച് കളയുന്നത്. അത് പല ആളുകൾ വന്ന് ഇതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകുന്നു. ചിലര് ഈ പൂവിന് കാശ് കൊടുക്കുന്നവരുണ്ട്, ഇതിന്റെ ചൂടിന് കാശ് കൊടുക്കുന്നവരുണ്ട്, ഒക്കെ ഉള്ള ആളുകൾ. പല ഒരു ഹരമാണ് അവർക്ക്. വള്ളത്തെ കൊണ്ടുവന്ന് പോയി ഫോട്ടോ എടുത്തോണ്ട് പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും അപ്പൊ ഇത് ഈ ആമ്പൽ ഇവിടെ ഇങ്ങനെ പിന്നെ പൂത്ത് നിൽക്കുന്നത് കൊണ്ട് ഇതിന്റെ ഉടമസ്ഥർക്കൊന്നും വലിയ ഉടമസ്ഥർക്ക് ഒരു പ്രയോജനമില്ല. അത് നഷ്ടമാണ്. ഇത് നശിപ്പിക്കണം. പക്ഷെ ഇത് നശിപ്പിക്കണമെന്ന് വെച്ചാൽ ഇത് ഒരു ആനന്ദകരമായിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് എടുക്കുന്നുണ്ട്. ഒരുപാട് പേര് കാണുന്നുണ്ട്. വളരെ നയന മനോഹരമായ നല്ലൊരു ഇതാ. അപ്പൊ അതൊരു സന്തോഷമല്ല? സന്തോഷം. ഓരോരുത്തർ വന്ന് എടുക്കുന്നുണ്ട്, വള്ളത്തെ പോയി ഫോട്ടോ എടുക്കുന്നുണ്ട്, അതിന്റെ പൂ പറിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ചൂട് പറിച്ച് കൊടുക്കുന്നവർക്ക് കാശ് മേടിക്കുന്നവരുണ്ട്, ചിലർ പറിച്ചു കൊടുക്കുന്നവരുണ്ട്. എത്ര ഹെക്ടർ വരും ഇത്? 450 ഏക്കറാണ്. 450 ഏക്കറുള്ള പാടശേഖരമാണ്. ഒരു കൃഷി എവിടെ ഒറ്റ കൃഷിയേ ഉള്ളൂ. ഒരു കൃഷിയേ ഉള്ളൂ. അപ്പൊ വേറെ എന്തെങ്കിലും നമ്മളിപ്പോ ഈ പിന്നെ നെൽകൃഷി ഇല്ലാത്ത സമയത്ത് ഇതുപോലുള്ള കാലയളവിൽ ഇത് പിന്നെ നമുക്ക് ഈ പൂ കൊണ്ട് പ്രയോജനപ്പെടാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൂടെ? എന്ത് ചെയ്യാനൊക്കെ ഒന്നും ചെയ്യാനില്ല. കർഷകരോ അല്ല മറ്റുള്ളവർക്കോ ഒന്നും ചെയ്യാനില്ല. ഇതുപോലുള്ള നിങ്ങളെ പോലുള്ള ആളുകൾ വന്നിട്ട് ഫോട്ടോ എടുത്ത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. ഒരു പ്രയോജനം ജനങ്ങൾക്കാണല്ലേ? ജനങ്ങൾക്ക്. ഈ നമ്മുടെ വിദേശികളൊക്കെ വരാറുണ്ടോ ഇവിടെ? വിദേശികളൊന്നും വരുന്നില്ല. കഴിഞ്ഞ അങ്ങേ വർഷം നമ്മുടെ സിനിമാ നടി നവ്യ നായർ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുകയും അതുപോലെ തന്നെ അവരാളെ വിട്ട് ഇതിന്റെ പൂവെല്ലാം പറിച്ചു കൊണ്ടുവന്ന് അന്ന് ചിങ്ങത്തിന്റെ ഈ അത്തപ്പൂ ഇടുന്ന സമയത്ത് പുള്ളി വന്ന് ആളുകൾ വന്ന് പറിച്ചുകൊണ്ട് പോയി. അതിട്ട് നമ്മുടെ ഫോൺ നമ്പർ കൊണ്ട് അത് ഞങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചിട്ട് തന്നെ. ഓക്കെ, ശരി. താങ്ക് യു ചേട്ടാ. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു പുതിയ വിശേഷങ്ങളുമായി വരുന്നവരെ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.